ഗൈസ് എല്ലാവർക്കും അവരുടേതായിട്ടുള്ള കുറെ പേഴ്സണൽ സ്പേസും പേഴ്സണൽ ബിഹേവിയറും പേഴ്സണൽ കുറെ സാധനങ്ങളും ഉണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്ത് ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ള കാര്യമല്ലേ, ഇൻക്ലൂഡിങ് ഞാനടക്കം എല്ലാവർക്കും അപ്പാർട്ട് ഫ്രം ദ സോഷ്യൽ മീഡിയ അപ്പിയറൻസ് അവർക്ക് അവരുടേതായിട്ടുള്ള പേഴ്സണൽ സ്പേസും പേഴ്സണൽ ജീവിതമുണ്ട്. നിങ്ങൾ ഒരു ക്യാരക്ടറിനെ അല്ലെങ്കിൽ ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവരുടെ അല്ലെങ്കിൽ ഒരു 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 കോണ്ടന്റ് ഇഷ്ടപ്പെടുന്നെങ്കിൽ അതിനെ മാത്രം ആരാധിക്കുക. അല്ലാതെ അതിന്റെ അപ്പുറത്തോട്ട് ആ ആള് ഭയങ്കര മറ്റേ ഇതാണ് അതാണ് എന്നുള്ള രീതിയിൽ ഭയങ്കര ഒരു നിങ്ങളുടെ വിലയേറിയ സമയം ഇതിനകത്ത് കളയരുത്. ഞാൻ ഇപ്പോഴും പറയാം, എല്ലാ കോൺട്രവേഴ്സികൾ നടക്കുമ്പോഴും എല്ലാ തൊപ്പിയും മോക്കിടിയോ കണ്ട ഇതാ ഞാൻ പറഞ്ഞേ. എന്ത് ബ്രോ എന്തിന് ഞാനിത് 2 ദിവസം നമ്മളാരും ഇതൊന്നും കണ്ടില്ലെന്നാണോ ബ്രോയുടെ വിചാരം? കേരളത്തിൽ എല്ലാവരും കണ്ട് മനസ്സിലായ എല്ലാവരും കണ്ട് ഈ സാധനങ്ങളൊക്കെ കണ്ട് നമ്മുടെ ലൈവിൽ കോൺട്രവേഴ്സീസ് ഉണ്ടായിട്ടില്ലെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല. പക്ഷെ നമ്മുടെ യൂണിവേഴ്സ് ഡിഫറൻറ്റാ, മനസ്സിലായി? അതായത് നമ്മുടെ ഒരു ഗെയിമിനകത്തുള്ള അടി, ഗെയിമിനകത്തുള്ള വഴക്ക്, അങ്ങനത്തെ കാര്യങ്ങൾ അതായിരുന്നു ഇത്രയും നാളത്തെ നമ്മുടെ കോൺട്രവേഴ്സി. ഔട്ട് ഓഫ് ദ കോൺട്രവേഴ്സി നമുക്ക് നടന്നിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ മണവാളന്റെ മറ്റേ ഇഷ്യൂവും അതുപോലെ തന്നെ മറ്റേ ടെലഗ്രാമിന്റെ അതൊരു കോൺട്രവേഴ്സി ആണ് എന്നുള്ള ഒരിക്കലും ഞാൻ പറയത്തില്ല. അത് നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ നടക്കുന്ന ഒരു സാധനം വെളിയിലോട്ട് എത്തിച്ചതാണ്. ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ ഇപ്പോഴും അതിന്റെ കോൺസിക്വൻസസ് ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. നിങ്ങളുടെ എല്ലാവരുടെ അടുത്തും ഞാൻ പറയാം, ഈ ടെലഗ്രാമിന് വേണ്ടി സംസാരിച്ച് തുടങ്ങിയതിനെ തൊട്ട് അന്ന് തൊട്ട് ഇന്ന് വരെ എൻ്റെ ഫാമിലി അടക്കം എല്ലാവരും ഇതിനു വേണ്ടി സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറഞ്ഞില്ലേ, ഒരുപാട് പേര് ഇൻക്ലൂഡിങ് സെലിബ്രിറ്റീസ്, കേരളത്തിലുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള പെൺകുട്ടികളടക്കം എൻ്റെ പ്രൊഫൈലിൽ അല്ലെങ്കിൽ എൻ്റെ നമ്പർ പലരിടത്തു നിന്നും മേടിച്ചുകൊണ്ട് വന്നിട്ട് ഇങ്ങനത്തെ ഉപദ്രവങ്ങൾ എനിക്ക് ഉണ്ടാകുന്നുണ്ട് ബ്രോ, ഇതിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് കൊണ്ടുവരുന്നുണ്ട്. മനസ്സിലായോ? അത് ഒത്തിരി നാളായിട്ട് ഇത് ശരിക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതൊരു കോൺട്രവേഴ്സി ആയിട്ട് കണക്കാക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ഇത് വെളിയിൽ കൊണ്ടുവരേണ്ട സംഭവമാണ്. ഏകദേശം ഇന്നലെ ഞാൻ എഫ് ആർ കെ വ്ളോഗ്സ് നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഈ ഒരു ഇഷ്യൂ ഒക്കെ നടന്നപ്പോൾ പുള്ളി ഇന്നലെ എന്നെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ കുറച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ്, പുള്ളിക്കാരൻ്റെയൊക്കെ വൈഫിൻ്റെയൊക്കെ വരുന്ന മെസ്സേജസും പോയി ക്യാച്ചപ്പ് ചെയ്ത ആൾക്കാരുടെ കൗണ്ടും എടുത്തു നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ 18 വയസ്സിന് താഴെയുള്ള പിള്ളേരാണ് ഈ സെക്ഷൽ പരിപാടി എന്ന് പറയുന്ന സാധനത്തിന്. ഇനി ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളോടെ ഇത് ഇന്നത്തെ കാര്യം പറയുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞുതരാം. ഞാൻ ഇത്രയും നാൾ എൻക്വയറി ചെയ്തതിലും ഇത്രയും നാൾ കണ്ടുപിടിച്ച ഡേറ്റയും വെച്ചിട്ട് ഞാനൊരു കാര്യം നിങ്ങളുടെ അടുത്ത് സംസാരിക്കാം. ടെലഗ്രാമിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ വീഡിയോ ഇടുന്നവനെ മാത്രം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. അതായത് ഞാനിപ്പോൾ എക്സാമ്പിൾ പറഞ്ഞാൽ ഡ്രഗ് വിൽക്കുന്നവനെ മാത്രം പിടിച്ചിട്ട് കാര്യമില്ല. അത് എവിടുന്നാണ് വരുന്നതെന്ന് കണ്ടുപിടിച്ചാലല്ല കാര്യമുള്ളൂ. മനസ്സിലായി? അല്ലാതെ ഇത് വെറുതെ 50 രൂപയ്ക്കും 100 രൂപയ്ക്കും വഴിയിൽ വിൽക്കുന്നവനെ കണ്ടുപിടിച്ചിട്ട് ഒരു കാര്യം ചെയ്യുന്നില്ല. ഇവനൊക്കെ സാധനം രാജ്യത്തെത്തുന്നത് എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാനുള്ള ധൈര്യം ആദ്യം എല്ലാവരും കാണിക്കണം. അതുപോലെ തന്നെയാണ് ടെലഗ്രാമിൻ്റെ ഇഷ്യൂ. ഞാൻ ടെലഗ്രാമിൻ്റെ ഒരു ഇഷ്യൂ നിങ്ങളുടെ ഒരു കാര്യം പറയാം. ഈ ടെലഗ്രാമിൻ്റെ കാര്യത്തിൽ ഞാൻ എൻക്വയറി ചെയ്ത എൻ്റെ ഒരു ഇതിൽ ഞാൻ ഒറ്റ കാര്യം പറയാം. ഇത് വെറുതെ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നവനെയും വീഡിയോ വിൽക്കുന്നവനെയും മാത്രം പിടിച്ചിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾക്കറിയാവോ, ഈ ടെലഗ്രാമിൽ അക്കൗണ്ടുകളിലൊക്കെ ഇത്ര ധൈര്യത്തോടെ നമ്പർ വെളിയിൽ വിസിബിൾ ആവത്തില്ല എന്നുള്ള ധൈര്യത്തിന്റെ പുറത്ത് ഇവന്മാരൊക്കെ എങ്ങനെയാണ് കളിക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് അറിയാത്ത കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൽ നമ്പർ വിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഇതൊരു ഇൻഫർമേഷൻ ആയിട്ട് മാത്രം നിങ്ങൾ കണക്കാക്കുക. പല രാജ്യങ്ങളിലെ നമ്പർ പല രീതിയിലും വിൽക്കുന്ന കുറേ ആൾക്കാരുണ്ട്. ഈ നമ്പറുകൾ കാശ് കൊടുത്ത് മേടിക്കാൻ ഇവിടുത്തെ കുറേ കൊച്ചുഫുണ്ടകളുണ്ട്. മനസ്സിലായ? 18 വയസ്സിൽ താഴെയുള്ള കുറച്ച് കൊച്ചുഫുണ്ടകൾ ഈ നമ്പർ മേടിക്കും. ഇവന്മാർക്കൊക്കെ നമ്മളെക്കാളും ബുദ്ധിയാണ്, നമ്മളെക്കാളും തിങ്കിങ് കേപ്പബിലിറ്റിയാണ്. ഇവന്മാർ ഈ നമ്പർ വാങ്ങിച്ചിട്ട് ഈ നമ്പർ വെച്ചിട്ടാണ് കളിക്കുന്നത്. ട്രാക്ക് ചെയ്ത് ചെല്ലുമ്പോഴോ അല്ലെങ്കിൽ നമ്മൾ ഇവൻ്റെ നമ്പർ ഡീറ്റെയിൽസ് എടുക്കുമ്പോഴോ ആഫ്രിക്കയിലും അമേരിക്കയിലും വേറെ വേറെ രാജ്യങ്ങളിലുള്ള നമ്പറുകളിൽ നിന്നാണ് ഈ സംഭവങ്ങളെല്ലാം ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായ? ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നത് കൊണ്ട് കുറച്ച് ദിവസങ്ങൾ യൂസ് ചെയ്യാൻ. ആൻഡ് മോസ്റ്റ് ഓഫ് ദ ആൾക്കാർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഫ്രീ ആയിട്ടുള്ള നമ്പർ എടുത്തിട്ട് അതിൽ ഓൺലൈൻ മണി കളക്ട് ചെയ്യുന്ന പ്ലാറ്റ്ഫോമുകളുണ്ട്. അരുൺ സ്മോക്കി ഒരു വീഡിയോ ചെയ്തത് നിങ്ങളെല്ലാവരും കണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിൽ പറയുന്നുണ്ട്, പൈസ കളക്ട് ചെയ്യുന്ന ഇവരുടെയൊക്കെ രീതി എന്ന് പറയുന്നത് എയർടെൽ മണിയും അങ്ങനത്തെ പോലത്തെ പ്ലാറ്റ്ഫോമുകളിൽ നിന്നാണ് ഓൺലൈൻ വഴി ഇവർ ഫണ്ടുകൾ കളക്ട് ചെയ്യുന്നത്. ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടോ മറ്റേ പേടിഎമ്മോ ഈ ഗൂഗിൾ പേയോ ഒന്നും കൊടുക്കാതെ ഇതൊക്കെ ചെയ്യുന്ന കുറേ പേരുണ്ട്. മനസ്സിലായ? കുറേ പേരുണ്ട്. ഇവരെല്ലാവരും ഇത് വെച്ചിട്ടാണ് ഈ കളിക്കുന്നത്. ഇതൊക്കെ കണ്ടുപിടിക്കാൻ എനിക്ക് അറിഞ്ഞൂടാ. നമ്മുടെ നാട്ടിലെ സിസ്റ്റംസ് ഇതിനകത്ത് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം ഒന്നും അറിഞ്ഞുകൂടാ. പക്ഷെ നിങ്ങളൊക്കെ നിങ്ങളുടെ കാര്യം കുറച്ച് സേഫ് ആക്കിയിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഒറ്റ കാര്യം ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പറയാനുള്ളൂ. സത്യം പറയാമല്ലോ, ഈ റീസെൻ്റ്ലി ഞാൻ ഇത് പറയാനല്ല ഈ ലൈവ് ഇട്ടത്. അതിന് മുമ്പ് ഞാൻ പറയാം, ഇന്ന് എനിക്കൊരു കോൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞതാണ് നിങ്ങളുടെ അടുത്ത്. ഇന്ന് എനിക്ക് വന്നൊരു കോളിൽ ഒരു കല്യാണം കഴിഞ്ഞ ഒരു പെൺകുട്ടിയാണ്.
പുള്ളിക്കാരി പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഹസ്ബൻഡിനോടും ബാക്കിയുള്ളവരോടും പറയാൻ പേടിയാ. അവർക്ക് വീട്ടില് എന്തെങ്കിലും സീനാവുമോ എന്ന്. കാരണം അവരുടെ വെറുതെ പേഴ്സണൽ വലിയ ഫോളോവേഴ്സ് ഒന്നും ഇല്ല. 430 ഫോളോവേഴ്സ് എന്തോ ഉള്ളൂ പുള്ളിക്കാരിക്ക്. 430 ഫോളോവേഴ്സ് ഉള്ള പുള്ളിക്കാരിയുടെ പ്രൊഫൈലിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് ഈ ഫോട്ടോ കൊണ്ടുപോയി ടെലഗ്രാമുകളിലെ വെബ്സൈറ്റുകളിൽ പോസ്റ്റ് ചെയ്തിട്ട് ഇത് കണ്ട ഒരു ചെറുക്കൻ ഈ പുള്ളിക്കാരിക്ക് ഇത് അയച്ചു കൊടുത്തു. പുള്ളിക്കാരിക്ക് ഇത് വീട്ടിൽ പറയാനും പേടി, പേരൻസിനോട് പറയാനും പേടി, ഹസ്ബൻഡിനോട് പറയാനും പേടി. ഇത് എങ്ങനെയും ടേക്ക് ഡൗൺ ചെയ്ത് കൊടുക്കുമോ എന്ന് ചോദിച്ച് എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു. ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയട്ടെ ഗൈസ്, നിങ്ങൾ പേരൻസിനോടും നിങ്ങളോടും എല്ലാവരും പറയാനുള്ള, നിങ്ങളുടെ അനിയത്തിയോ ചേട്ടനോ ചേച്ചിയോ അച്ഛനോ ആർക്കോ ആയിക്കോട്ടെ, ആരുടെ ഫോട്ടോ അല്ലെ എങ്ങനെ വന്നാലും ജസ്റ്റ് അവർ പറയുന്ന കാര്യം സമാധാനത്തോടൊന്ന് കേൾക്കാനുള്ള മൈൻഡ് സെറ്റ് കാണിക്കണം. ഈ കാലത്ത് ഒരു തെറ്റും ചെയ്തില്ലെങ്കിലും ഇങ്ങനത്തെ രീതിയിൽ കൺവേർട്ടായി വരും അത്, മനസ്സിലായ? കാരണം അവർ ലിറ്ററലി ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ചില വീടുകളിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നതും ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നതും റെസ്ട്രിക്ട് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ അവർ പോസ്റ്റ് ചെയ്ത നല്ലൊരു ഫോട്ടോയിൽ നിന്ന് ഒരു ഫോട്ടോ എടുത്തായിരിക്കും ഈ തന്തയിലായ്മ കാണിച്ചു വെച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ അവരൊരു വിഷമം വന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അവരുടെ അടുത്തൊന്നും അവർക്ക് ചെവി കൊടുക്കണമെന്ന് ജസ്റ്റ് സമാധാനത്തോടെ കേൾക്കണം. ചാടിക്കടിക്കാൻ അവരുടെ അടുത്ത് ചെല്ലാതെ സമാധാനത്തോടെ ഒന്ന് കേട്ടിട്ട് അവരെ ഒന്ന് ആശ്വസിപ്പിക്കാനോ അല്ലെ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു കൊടുക്കാനോ പോലീസിലൊരു പരാതി കൊടുക്കാനോ നിങ്ങൾ ദയവ് ചെയ്ത് അതിൻ്റെ ഒരു സമയവും ചെവിയും കൊടുക്കണം. അല്ലാതെ നേരെ ചെന്ന് അവരുടെ അടുത്ത് നീ ഫോട്ടോ ഇട്ടിട്ടല്ലേടി അത് ചെയ്തേ എന്ന് പറഞ്ഞിട്ട് നമുക്കൊക്കെ നമ്മുടെ ഫോട്ടോയും നമ്മുടെ അഭിപ്രായങ്ങളും എക്സ്പ്രസ് ചെയ്യാൻ സ്വാതന്ത്ര്യമുള്ള ഒരു നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് ജസ്റ്റ് ആലോചിക്കും നിങ്ങളെല്ലാവരും. അത് കഴിഞ്ഞിട്ട് മതി ഈ പറയണത് പോലെ ഇവന്മാരെ ക്രിട്ടിസൈസ് ചെയ്യാൻ. നമ്മുടെ ഫ്രീഡത്തെയാണ് ഇവന്മാർ യൂസ് ചെയ്യുന്നത്, മനസ്സിലായ? നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രകാരം നമുക്ക് ഈ പറയണത് പോലെ വീഡിയോ പോസ്റ്റ് ചെയ്യാനോ ഫോട്ടോ പോസ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ഒരു അഭിപ്രായം പറയാനോ എല്ലാം ഉള്ള റൈറ്റ് ഉണ്ട്. അത് ക്രോസ് ഓവർ ചെയ്യാൻ വേറെ ഒരുത്തിനും റൈറ്റ് ഇല്ല. അത് ക്രോസ് ഓവർ ചെയ്യുന്ന ക്രിമിനൽസിനെയാണ് നിങ്ങൾ ഇവർക്ക് വേണ്ടിയിട്ട് മറ്റേ ചൂടായി ഇവരെ ചിലപ്പോൾ ഡിപ്രഷനിലായി ഇവർ ചിലപ്പോൾ വല്ല പിള്ളേർ മൈൻഡ് കട്ടിയില്ലാത്ത കുറച്ച് പിള്ളേരൊക്കെയാണ് അവരൊക്കെ കയറി എന്തെങ്കിലും ചെയ്ത് എന്ത് ചെയ്യും നിങ്ങൾ? സോ ദയവ് ചെയ്ത് ഇങ്ങനത്തെ കേസസ് എനിക്ക് കുറേ വരുന്നുണ്ട് കേസ്. ഇങ്ങനത്തെ കേസസ് കുറേ ഈയിടെയായിട്ട് എനിക്ക് ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും എല്ലാമായിട്ട് പലയിടത്തുനിന്നും വരുന്നുണ്ട്. സോ ദയവ് ചെയ്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആർക്കെങ്കിലും അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ അവരുടെ കൂടെ കട്ടയ്ക്ക് നിൽക്കുക. എടാ എൻ്റെ പെങ്ങൾ അത് ചെയ്യത്തില്ല, അല്ലെ എൻ്റെ ചേച്ചി അത് ചെയ്യത്തില്ല, എൻ്റെ വൈഫ് അത് ചെയ്യത്തില്ല എന്ന് നിങ്ങൾ ഏറ്റവും മുന്നിൽ നിന്ന് പറഞ്ഞാൽ അവർക്ക് ഏറ്റവും കൂടുതൽ ധൈര്യമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ എൻ്റെ വൈഫിൻ്റെയൊക്കെ ഫോട്ടോ അടക്കം. എടാ ഞാൻ എൻ്റെ വിഷമത്തോടെ ഞാനൊരു കാര്യം പറയാം. എൻ്റെ വൈഫിൻ്റെയൊക്കെ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തെ ഫോട്ടോകൾ എടുത്തു വെച്ചിട്ട് ഈ AI വെച്ച് മറ്റേ അതും ചെയ്തിട്ടുണ്ട്. പ്രഗ്നൻസി ടൈമിൽ ഒരു പെങ്കൊച്ച് അത് കാണുന്ന അവളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. പ്രഗ്നൻസി ടൈമിൽ ഇത് കാണുന്നത്. എൻ്റെ അടുത്ത് പലവട്ടം ഞാൻ അവളെ അപ്പോഴല്ല ആ സമയത്തെല്ലാം ഞാൻ അവളുടെ അടുത്ത് പറയാറുണ്ട്, എടാ സ്ട്രോങ് ആയിട്ടിരിക്കും നീ. ഇപ്പം എനിക്ക് ഓൾറെഡി ഞാനിങ്ങനെ സ്ട്രീമിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട്, നമുക്കൊരു ഇതൊക്കെ ഉള്ളതുകൊണ്ട് ഉറപ്പായിട്ടും നമ്മളെ ഇതാക്കാൻ വേണ്ടി ആൾക്കാർ ചെയ്യും എന്നുള്ള രീതിയിൽ അവളെ പറഞ്ഞ് പഠിപ്പിച്ച് മൈൻഡ് സെറ്റിലേക്ക് ഞാൻ കൊണ്ടുവന്നതാണ്. ഇപ്പം അവൾക്ക് ഇതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ വലിയ അത്രയ്ക്ക് എന്നാലും വിഷമം ഉണ്ടാവും. എന്നോട് എക്സ്പ്രസ് ചെയ്യാറില്ല വലുതായിട്ട്. എന്നോടുള്ള ദേഷ്യത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ എന്നോടുള്ള ദേഷ്യത്തിൻ്റെ അപ്പുറത്തോട്ട് ഈ ഒരു നിങ്ങൾ ചിന്തിച്ചാൽ മതി. ഈ ടെലഗ്രാം സാധനത്തിലോട്ട് സോഷ്യൽ മീഡിയ ആൾക്കാരെ കൊണ്ടുവരാൻ തുടങ്ങിയത് തന്നെ ഈ വീഡിയോ കാണാൻ വന്നവരാ. അല്ലെന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? നമ്മുടെയൊക്കെ വീഡിയോ കാണാൻ വന്ന് എൻ്റെ ചേച്ചി ഒന്നും ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വലിയ സോഷ്യൽ മീഡിയ അപ്പിയറൻസ് ഒന്നുമില്ല, വലിയ ഫോളോവേഴ്സ് ഇല്ല, വലിയ അങ്ങനെ ഒന്നും ഇല്ല. എന്നാലും അവരെ വരെ ഇതിനകത്തൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. പക്ഷെ ഇതെനിക്ക് പറയണം തോന്നി. നിങ്ങളുടെ സർക്കിളിലുള്ള ആർക്കെങ്കിലുമൊക്കെ ഇത് വരുന്ന സമയത്ത് ദയവ് ചെയ്ത് കുറച്ചൊക്കെ ഒന്ന് സാവധാനത്തിൽ കാര്യങ്ങൾ ഡീൽ ചെയ്യുക. അത്ര എനിക്ക് പറയാനുള്ളൂ. ഈ കാര്യം ജസ്റ്റ് ഞാൻ പറഞ്ഞു തുടങ്ങാനുള്ള ഒരു ഇതാണ്. കേസ് അപ്ഡേറ്റ് ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നല്ലോ ബ്രോ. ഞാൻ ഹാൻഡ് ഓവർ ചെയ്ത പ്രൂഫുകളിൽ ബാക്കിയുള്ള എല്ലാം കുറേ പേര്, ഏകദേശം 7 പേരെ നമ്മൾ പിടിച്ചതിൽ 5 പേര് മൈനേഴ്സാണ്. 2 പേർക്കാണ്, ഒരാൾക്ക് 24 വയസ്സും ഒരാൾക്ക് 22 വയസ്സും. മനസ്സിലായി? ഈ കേസിൻ്റെ ഇതെല്ലാം ഞാൻ ഓൾറെഡി സൈബർ ഡോമിന് ഞാൻ ഫോർവേഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അന്നേ അവരെൻ്റെ നിന്ന് കളക്ട് ചെയ്തായിരുന്നു. അതിൽ ഞാൻ പറയില്ലേ എൻ്റെ കുഞ്ഞിനെ കൊല്ലും എന്നൊക്കെ പറഞ്ഞ് ഒരുത്തം വന്നായിരുന്നല്ലോ. അവനെ ട്രിവാൻഡ്രം സൈബർ പോലീസ് സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി. അവൻ അവിടെ വന്ന സമയത്ത് പുള്ളിക്ക് മെൻ്റലി അൺസ്റ്റേബിൾ എന്നുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത്. മനസ്സിലായ? മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ട്, അതുകൊണ്ടാണ് അത് ചെയ്തത്. ഇനി ഒരിക്കലും അത് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞിട്ട് അവര് ഇനി ഒരിക്കലും ഉണ്ടാവത്തില്ല, ഒരു ചാൻസ് കൂടെ തരണം എന്ന് പറഞ്ഞ് അവരുടെ പേരൻസ് അവളോട് ഒരുപാട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് പുറത്ത് മാത്രമാണ് ആ കേസ് ക്ലോസ് ചെയ്തത്. അല്ലെങ്കിൽ ആ കേസ് ക്ലോസ് ചെയ്യില്ലായിരുന്നു.
ഞാൻ പലപ്പോഴും വിചാരിച്ചതാണ് അത് ക്ലോസ് ചെയ്യേണ്ട, നമുക്കത് മുന്നോട്ട് ഫോർവേഡ് ചെയ്യാം. ഞങ്ങൾ അവരോടും അങ്ങനെയാണ് പറഞ്ഞത്, ഞങ്ങളിത് ക്ലോസ് ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ അവരോട് പറഞ്ഞത്. പക്ഷേ എനിക്ക് മുന്നോട്ട് വന്നപ്പം കുറച്ച് ചിന്തിച്ചപ്പോൾ മനസ്സിലായി, ഇനി നമ്മൾ കാരണം അങ്ങനെ ഒരു പ്രശ്നമുള്ള ഒരാളെ ഞാൻ വീണ്ടും ഇതാക്കണോ എന്നുള്ളൊരു ഇത് ചെയ്യണ്ടായിരുന്നു എന്ന് എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു, എനിക്ക് മനസ്സിലാവണില്ല. എന്നാലും ബട്ട് സ്റ്റിൽ എവിടെയോ ആലോചിച്ചപ്പോൾ ഗൈസ് എവിടെയോ ഒരു ചെറിയ മനസാക്ഷി വന്നുപോയി ആ സമയത്ത്, മനസ്സിലായ? അതിൻ്റെ പേരിൽ മാത്രമാണ് ഇത് ഇങ്ങനെ ആക്കിയത്. അപ്പോൾ ഒരു കാര്യം പറയുക, ഇനി ബാക്കിയുള്ള കുറച്ച്